ഞങ്ങളുടെ വാഹനങ്ങളുടെ ഫ്യൂൽ ടാങ്കിൽ എന്തൊഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം ഞങ്ങൾക്കുണ്ട്. ഇത് വിളിച്ചു പറയുന്നത് രാജ്യത്തെ പുതുതലമുറയാണ്. പറഞ്ഞു വരുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ പോരാടിയ CJP മാതൃകയിൽ ഉടലെടുത്ത E20 ജനതാ പാർട്ടി എന്ന ജനകീയ മുന്നേറ്റത്തെക്കുറിച്ചാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ ചോദിച്ചു വാങ്ങിയ CJPയുടെ ആ ചരിത്രപരമായ സമരം നമ്മൾ കണ്ടതാണ്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും അവകാശത്തിനായി പൊരുതി വിജയം കണ്ട CJP കാണിച്ചു തന്ന അതേ പോരാട്ട വീര്യത്തോടെ ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാരിനെയും BJPയെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു കൂറ്റൻ ജനകീയ പ്രസ്ഥാനം കൂടി രാജ്യത്ത് ഉടലെടുത്തിരിക്കുന്നു. ഇനി എന്താണ് E20 ജനതാ പാർട്ടി എന്ന് നോക്കാം. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും BJP സർക്കാരും ചേർന്ന് വണ്ടി ഉടമകളുടെ തലയിൽ കെട്ടിവെച്ച E20 പെട്രോൾ എന്ന വൻ സാമ്പത്തിക ബാധ്യതയ്ക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണിത്. പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ എക്സിലും ഇൻസ്റ്റഗ്രാമിലും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇവരുടെ ആവശ്യം വളരെ ലളിതവും ന്യായവുമാണ്. E20 ഇന്ധനം പൂർണ്ണമായി നിരോധിക്കണമെന്നോ സബ്സിഡി പിൻവലിക്കണമെന്നോ ഇവർ പറയുന്നില്ല. പകരം എഥനോൾ കലർത്തിയ ഇന്ധനത്തോടൊപ്പം 100% ശുദ്ധമായ പെട്രോളും പമ്പുകളിൽ ലഭ്യമാക്കണം. ഉപഭോക്താക്കൾക്ക് ഇതിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഒപ്പം മൈലേജ് കുറയൽ, എഞ്ചിൻ തകരാറുകൾ, ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവ് എന്നിവയെക്കുറിച്ച് സ്വതന്ത്ര പഠനങ്ങൾ നടത്തി സർക്കാർ സത്യസന്ധമായ വിവരങ്ങൾ പുറത്തുവിടണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഇനി അടുത്ത ചോദ്യം, സത്യത്തിൽ എന്താണ് ഈ എഥനോൾ നീക്കത്തിന് പിന്നിൽ? ഇവിടെയാണ് വലിയ അഴിമതിയുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയും കഥ പുറത്തുവരുന്നത്. എഥനോൾ വിവാദത്തിൽ ഉൾപ്പെട്ട സിയാൻ ആഗ്രോ എന്ന കമ്പനിയുടെ നേതൃത്വത്തിൽ നിതിൻ ഗഡ്കരിയുടെ മകൻ നിഖിൽ ഗഡ്കരിയാണെന്ന ഗുരുതരമായ ആക്ഷേപം പ്രതിപക്ഷം ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് വണ്ടിയുടമകളുടെ പോക്കറ്റ് അടിച്ചുമാറ്റി സ്വന്തക്കാർക്ക് കോടികളുടെ ലാഭമുണ്ടാക്കി കൊടുക്കുന്ന നയമാണ് കേന്ദ്രവും ഗഡ്കരിയും നടപ്പാക്കുന്നത് എന്ന് സുവ്യക്തമാണ്. ഇതിന്റെ പ്രത്യാഘാതം മുഴുവനും അനുഭവിച്ചറിയുന്നതാകട്ടെ വെറും സാധാരണക്കാരാണ്. വാഹനങ്ങൾക്ക് അടിക്കടി ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകളും മൈലേജ് കുറയുന്നതും കാരണം വാഹന ഉടമകൾക്ക് വലിയ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ടാക്സി ട്രാൻസ്പോർട്ട് സംഘടനകളും തെരുവിലേക്കിറങ്ങാൻ ഒരുങ്ങുകയാണ്. ഡൽഹി ടാക്സി ആൻഡ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 4-ന് പാർലമെന്റിലേക്ക് കൂറ്റൻ പ്രതിഷേധ മാർച്ചും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ എഥനോൾ ദോഷം ചെയ്യില്ലെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും ന്യായീകരിക്കുമ്പോൾ തന്നെ രാജ്യസഭയിൽ പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി നൽകിയ മറുപടിയിൽ പഴയ വാഹനങ്ങളിൽ 3 മുതൽ 5% വരെ മൈലേജ് കുറയാൻ സാധ്യതയുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതായത് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇനി കഴിയില്ലെന്ന് സാരം. CJP എങ്ങനെയാണോ നീറ്റ് അഴിമതികൾക്കെതിരെ പോരാടി കേന്ദ്രത്തെ മുട്ടുകുത്തിച്ചത്, അതേ മാതൃകയിൽ E20 ജനതാ പാർട്ടിയും ശക്തി പ്രാപിക്കുകയാണ്. ജനങ്ങളുടെ കീശ കീറുന്ന കോർപ്പറേറ്റുകളെയും മക്കളെയും സഹായിക്കുന്ന ഭരണകൂടത്തിനെതിരെ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാകുമെന്നുറപ്പാണ്. അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുവരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നാണ് സമരോജ്വലമായ ഇന്നലകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.